മഴക്കാലം കഴിഞ്ഞതോടെ മൂന്നാറിന്റെ വിവിധയിടങ്ങളിലായി കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ചില ഭാഗങ്ങളിലും ഗ്രാംസ്റ്റാൻഡ് എസ്റ്റേറ്റിലും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് റോഡിലുമാണ് കുറിഞ്ഞിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത്. 2030 വരാൻ പോകുന്ന കുറിഞ്ഞി വസന്തത്തിന് മുമ്പേ കുറിഞ്ഞിച്ചെടികൾ അങ്ങിങ്ങായി പൂവിട്ടു നിൽക്കുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകവും സന്തോഷവും നൽകുന്നുണ്ട്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂവിടുന്ന കുറിഞ്ഞിച്ചെടികൾ 2018 മൂന്നാറിന്റെ മലനിരകളെ നീലവസന്തത്തിലാക്കിയത്. കൊളുക്കുമലയിലെ മലനിരകളിലും ഇരുവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായി രാജമലയിലുമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തത്. അന്ന് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കുറിഞ്ഞി വസന്തം കാണുവാൻ മൂന്നാറിലെത്തിയത്. അടുത്തതായി 2030 കുറിഞ്ഞിച്ചെടികൾ പൂവിടാൻ സാധ്യതയുള്ളതെന്നാണ് പ്രതീക്ഷ. അതിനിടയിലാണ് മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി പോകുന്ന വഴിയിലെ ചിലയിടങ്ങളിലും ഗ്രാംസ്ലാൻഡ് എസ്റ്റേറ്റിന്റെ ചിലയിടങ്ങളിലും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് റോഡിലും കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിട്ടുള്ളത്. സാധാരണ കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി മലനിരകളിൽ പൂത്തുലയുന്നതിന് മുമ്പായി ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ കുറിഞ്ഞിപ്പൂക്കൾ വിടരാറുണ്ട്. വീണ്ടും കുറിഞ്ഞി വസന്തമുണ്ടായാൽ ആ കാഴ്ച കാണുവാൻ സഞ്ചാരികൾ മൂന്നാറിലേക്ക് ഒഴുകും. അതുകൊണ്ട് തന്നെ കുറിഞ്ഞിക്കാലത്തിന് വരവേക്കിയുള്ള പൂക്കളാണോ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളതെന്ന ആകാംക്ഷ മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്കുണ്ട്. എന്തായാലും 2030 വരാൻ പോകുന്ന കുറിഞ്ഞി വസന്തത്തിനു മുമ്പേ കുറിഞ്ഞിച്ചെടികൾ അങ്ങിങ്ങായി പൂവിട്ട് നിൽക്കുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകവും സന്തോഷവും നൽകുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ.